നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനനായകൻ ഇനി ഓർമ്മ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി സെമിത്തേരിയിൽ. കേരള രാഷ്ട്രീയത്തിലെ അതികായന വിട അനുസ്മരിച്ച് കേരളക്കര. വികസന നായകനെന്ന് മാർട്ടിൻ ജോർജ്, ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവെന്ന് ഇ പി ജയരാജൻ. ജലസേചന വകുപ്പിനെ കാർഷിക സൗഹൃദമാക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ. ഒളവിലം പാത്തിക്കലിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാവുന്നു. നാണ്യവിളകൾക്ക് കൂടി ജലസേചനം ലഭ്യമാക്കുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചു. പുലർച്ചെ 4:30 ബാംഗ്ലൂർ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ദീർഘനാളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ കേരളത്തിൽ ഇന്ന് പൊതു അവധി. 2 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും ഉണ്ടാകും. സംസ്കാരം വ്യാഴാഴ്ച ജന്മസ്ഥലമായ പുതുപ്പള്ളിയിൽ നടക്കും. പുലർച്ചെ 4:25 ബംഗളൂരിൽ വെച്ചായിരുന്നു അന്ത്യം. ക്യാൻസർ ബാധിതനായി ഏറെ നാൾ ചികിത്സയിലായിരുന്നു. 1943 ഒക്ടോബർ 31 പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ KO ചാണ്ടിയുടെയും BV ചാണ്ടിയുടെയും മകനായി കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ഉമ്മൻചാണ്ടിയുടെ ജനനം. പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം കോട്ടയം CMS കോളേജ്, ചങ്ങനാശ്ശേരി SP കോളേജ് എന്നിവിടങ്ങളിൽ പഠനം നടത്തി. BA ബിരുദം നേടി. എറണാകുളം ലോ കോളേജിൽ നിന്നും നിയമബിരുദവും സമ്പാദിച്ചു. KSUവിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം. പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ KSU യൂണിറ്റ് പ്രസിഡന്റ് മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്തി നിൽക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം. 1970 മുതൽ 51 വർഷമായി പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭാ അംഗമായി തുടരുന്ന ഉമ്മൻചാണ്ടിയുടെ ആദ്യ മത്സരം 1970 പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നായിരുന്നു. EM ജോർജിനെ 7000-ൽ പരം വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭയിലെത്തി. 1977-ൽ K കരുണാകരൻ മന്ത്രിസഭയിലും 1978-ൽ AK ആന്റണി മന്ത്രിസഭയിലും അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായി. 1981-82 കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. 1991-1995-ലെ കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി. ഉമ്മൻചാണ്ടിയുടെ ഭൌതികദേഹം പുതുപ്പള്ളിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്കരിക്കും. ബംഗളൂരിൽ നിന്നും പ്രത്യേക വിമാനത്താവളത്തിൽ ഭൌതിക ശരീരം ഉച്ചയോടെ തിരുവനന്തപുരത്ത് എത്തിച്ചു. അവിടെ നിന്നും തിരുവനന്തപുരത്തെ വസതിയിലേക്കും കൊണ്ടുപോയി. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം. വൈകുന്നേരത്തോടെ ഭൌതികദേഹം സെക്രട്ടേറിയറ്റിന് സമീപമുള്ള സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പൊതുദർശനം. പിന്നാലെ ഇന്ദിരാഭവനിലും പൊതുദർശനത്തിന് സൌകര്യമൊരുക്കി. രാത്രിയോടെ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൌസിലേക്ക് മാറ്റും. നാളെ രാവിലെ 7 മണിക്ക് വിലാപയാത്ര കോട്ടയത്തേക്ക്. കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം രാത്രിയോടെ പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് പുതുപ്പള്ളി പള്ളിയിൽ സംസ്കാരം നടക്കുക. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഉമ്മൻചാണ്ടി കണ്ണൂരിന്റെ വികസന നായകനെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച വ്യക്തിത്വം. അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യവുമായി വികസന പദ്ധതികളിൽ രാഷ്ട്രീയം കലർത്താതെ ഏവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിരുന്നുവെന്നും മാർട്ടിൻ ജോർജ് അനുസ്മരിച്ചു. കണ്ണൂർ വിമാനത്താവളം എന്ന വടക്കേ മലബാറിന്റെ എക്കാലത്തെയും വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയ വികസന നായകനായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നിരവധി വികസന പദ്ധതികളാണ് വടക്കേ മലബാറിന് ലഭിച്ചത്. അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യവുമായി വികസന പദ്ധതികളിൽ രാഷ്ട്രീയം കലർത്താതെ എല്ലാ മേഖലകളെയും ഒരുപോലെ പരിഗണിക്കാൻ അദ്ദേഹം ബദ്ധശ്രദ്ധ പുലർത്തി. ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവർ പോലും ഏതൊരു ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ അനുഭാവപൂർണമായ സമീപനവും പരിഗണനയും അനുഭവിച്ചിട്ടുണ്ട്. ആരോടും പരിഭവമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിന് സമാനതകളില്ലെന്ന് മാർട്ടിൻ ജോർജ് അനുസ്മരിച്ചു. DCC ഓഫീസിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരി, CMP ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ P, VV പുരുഷോത്തമൻ, സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, MP വേലായുധൻ, T ജയകൃഷ്ണൻ, KK സുരേഷ് കുമാർ, കായക്കൽ രാഹുൽ, പ്രനിൽ മധുക്കോത്ത് തുടങ്ങിയ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. വ്യാഴാഴ്ച വൈകുന്നേരം 4:30 കാൽടെക്സ് പരിസരത്ത് നിന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി മൌനജാഥ ആരംഭിക്കും. തുടർന്ന് സ്റ്റേഡിയത്തിലെ നെഹ്റു പ്രതിമയ്ക്ക് സമീപം അനുശോചന യോഗം നടക്കുമെന്നും DCC പ്രസിഡന്റ് അറിയിച്ചു.
കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച കോൺഗ്രസ് നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് ഇ.പി. ജയരാജൻ. രാഷ്ട്രീയത്തിനപ്പുറം ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നും ഇ.പി. അനുസ്മരിച്ചു. ഞാൻ എൻ്റെ അനുഭവത്തിൽ കാരണം ഒരു 10-60 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയ നേതാവ്, എൻ്റെ അനുഭവത്തിലെടുത്ത് നോക്കിയാൽ അദ്ദേഹം ഒരിക്കലും ഒരു പരിഭവത്തോടു കൂടിയിട്ടുള്ള പ്രതിഷേധാത്മകമായ നിലപാടിനോട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഹൃദ്യമല്ലാത്ത കാര്യങ്ങൾ പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വിയോജിപ്പുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഒരു വ്യത്യസ്തമായ നിലപാടല്ല സ്വീകരിക്കാറ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ കാത്തുസൂക്ഷിച്ച് സംരക്ഷിച്ച ഒരു മാതൃക കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പിടിച്ചു നിന്നത്. അദ്ദേഹത്തിലൂടെയാണ് കോൺഗ്രസ് ശക്തിപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ജനകീയനായി ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിച്ചു വന്നു. അദ്ദേഹത്തിന്റെ പുതുപ്പള്ളി നിയോജക മണ്ഡലം അദ്ദേഹം 70-ൽ മത്സരിച്ചത് മുതൽ ഇന്ന് വരെ 53 വർഷക്കാലം ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ജയിച്ചു വന്നിട്ടുള്ള, നിയമസാമാജികനായിട്ട് തന്നെ കഴിഞ്ഞ 53 വർഷക്കാലം തുടർന്നിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രമാണ്, കേരളത്തിന്റെ അപൂർവ രാഷ്ട്രീയ ചരിത്രമാണ് പുതുപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ ജനകീയ അംഗീകാരവും ജനങ്ങളോടുള്ള ബന്ധവുമാണ്. രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹിച്ചിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം രാജ്യനന്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ചിരുന്നു. അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും വികസന കാര്യങ്ങളിൽ അങ്ങേറ്റം തൽപരനായിരുന്നു. വികസന പ്രശ്നങ്ങളിൽ അദ്ദേഹം അതിർവരമ്പുകളില്ലാതെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും അദ്ദേഹം പിന്തുണ നൽകിയിട്ടുണ്ട്. അദ്ദേഹം വികസനോന്മുഖമായ ഒരു കേരളത്തെ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിലും അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കോൺഗ്രസിനകത്ത് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ശരിയായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രത്യേകതകളുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു നേതാവാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ മാതൃകാപരമായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ജനങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. കേരള രാഷ്ട്രീയത്തിന് നിറസാന്നിധ്യമായ നേതാവും മറ്റു നേതാക്കളിൽ നിന്നും വ്യത്യസ്തനുമായിരുന്നു ഉമ്മൻചാണ്ടി എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എല്ലാ കാലത്തും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനങ്ങളോടൊപ്പമായിരുന്നു. ഒരേ മണ്ഡലത്തിൽ സ്ഥിരം ജനപ്രതിനിധി. ഏത് സങ്കീർണതയ്ക്ക് മുമ്പിലും തളരാത്ത പ്രവർത്തനം. കോൺഗ്രസിനും തീരാ നഷ്ടം, കേരളത്തിനാകെയുള്ള നഷ്ടം. കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും എം വി ഗോവിന്ദൻ അനുസ്മരിച്ചു. എല്ലാ നേതൃത്വവുമായി നല്ല സൌഹൃദം, ദുഃഖവും അനുശോചനവും അറിയിക്കുന്നുവെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ യോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രവർത്തകരോടും കേരളത്തെമ്പാടുമുള്ള ജനങ്ങളോടും ഈ സന്ദർഭത്തിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ്. എല്ലാ കാലത്തും എതിർത്തുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുമായി യോജിച്ച് പ്രവർത്തിച്ച അനുഭവവും കേരള രാഷ്ട്രീയത്തിലെ 80കളുടെ ആദ്യം കൃത്യമായിട്ട് ജനങ്ങൾ കണ്ട ഒരു പ്രത്യേകതയുടെ രാഷ്ട്രീയ ഘട്ടമായിരുന്നു അത്. യോജിച്ചും വിയോജിച്ചുമെല്ലാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും കേരളമൊന്നും സ്മരിക്കും. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ജനനായകൻ ഇനി ഓർമ്മ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി സെമിത്തേരിയിൽ. കേരള രാഷ്ട്രീയത്തിലെ അതികായന വിട അനുസ്മരിച്ച് കേരളക്കര. വികസന നായകനെന്ന് മാർട്ടിൻ ജോർജ്, ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവെന്ന് ഇ.പി. ജയരാജൻ. ജലസേചന വകുപ്പിനെ കാർഷിക സൗഹൃദമാക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ. ഒളവിലം പാത്തിക്കലിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാവുന്നു. നാണ്യവിളകൾക്ക് കൂടി ജലസേചനം ലഭ്യമാക്കുമെന്നും മന്ത്രി.
കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wayanad Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ജലസേചന വകുപ്പിനെ കാർഷിക സൗഹൃദ വകുപ്പാക്കി മാറ്റുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഓളവിലം പാത്തിക്കലിൽ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയ്ക്ക് കൂടി സഹായകരമാകുന്ന വിധത്തിൽ ജലസേചന വകുപ്പിനെ കാർഷിക സൌഹൃദ വകുപ്പാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നാണ്യവിളകൾക്ക് കൂടി ജലസേചനം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒളവിലം പാത്തിക്കൽ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയ്ക്കും കൂടി സഹായകമാകുന്ന വിധത്തിൽ ജലസേചന വകുപ്പിനെ മാറ്റുക, കാർഷിക സൗഹൃദ വകുപ്പാക്കി മാറ്റുക. നാണ്യവിളകൾക്കും കൂടി ഇറിഗേഷൻ ലഭ്യമാക്കുക. അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റിലും നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെയും
ബഹുമാന്യനായ മാണി സാറിൻ്റെ പേരിൽ തന്നെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. KM മാണി ഊർജിത കാർഷിക ജലസേചന പദ്ധതി. ജാതി, കൊക്കോ, ഗ്രാമ്പു, ഏലം, നാളികേരം വേണ്ട എല്ലാ മേഖലയിലും നമുക്ക് ശുദ്ധീകരണം ജലസേചനത്തിനുള്ള സൗകര്യം രൂപപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഈൽഡ് വർദ്ധിപ്പിക്കുക, കൃഷിഭൂമിയുടെ അളവിൻ്റെ വർദ്ധിപ്പിക്കൽ അത്ര എളുപ്പമല്ല. പക്ഷേ ഈൽഡ് വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന് കർഷകർക്ക് കുറേ കൂടി സഹായം ചെയ്യാൻ പറ്റുമോ എന്ന പരിശോധനയും കൂടി നടക്കുന്ന സന്ദർഭത്തിൽ ഇത് നമുക്ക് കുറേ കൂടി സഹായകമാകുന്ന നിലപാടിലേക്ക് ഭാവി പോകുവാനായിട്ട് കഴിയും. ഇറിഗേഷന്റെ കൈവശമുള്ള ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തി ടൂറിസം രംഗത്തേക്ക് ചുവടുവയ്ക്കാനും വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചൊക്ലി, ന്യൂമാഹി ഗ്രാമപഞ്ചായത്തുകളിൽ നിലനിൽക്കുന്ന ഉപ്പുവെള്ള പ്രശ്നം പരിഹരിച്ച് കൃഷിയോഗ്യമാക്കാനും ശുദ്ധജല സംരക്ഷണം ഉറപ്പുവരുത്താനുമായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 18.2 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ അധ്യക്ഷനായി. K മുരളീധരൻ MP മുഖ്യ അതിഥിയായി. MI സർക്കിൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഡീഷണൽ ചാർജ് സജിന PK റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CK രമ്യ, MK സെയ്തു, ചൊക്ലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MO ചന്ദ്രൻ, ചൊക്ലി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NP സജിത, PM റീത്ത, ന്യൂമാഹി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മാണിക്കോത്ത് മഹേഷ്, MK ലത, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AK ഖാലിദ്, ന്യൂമാഹി പഞ്ചായത്ത് അംഗം K ഷീബ, ചൊക്ലി പഞ്ചായത്ത് അംഗങ്ങളായ K ശ്രീജ, പ്രസന്ന, ചൊക്ലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK രാഗേഷ്, വിവിധ കക്ഷി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KE കുഞ്ഞബ്ദുള്ള, അഡ്വക്കേറ്റ് CG അരുൺ, P പ്രഭാകരൻ മാസ്റ്റർ, PK യൂസഫ് മാസ്റ്റർ, പുരുഷു വരക്കൂൽ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് MI സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മനോജ് MK സ്വാഗതവും ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EN രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് കരട് വന്നിട്ട് ചർച്ച ചെയ്യാമെന്ന തരൂരിൻ്റെ നിലപാട് ചരിത്രബോധമില്ലാത്തതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കുറുക്കൻ കോഴിയെ പിടിക്കുന്നതുവരെ കാത്തിരിക്കാം എന്നാണ് കോൺഗ്രസ് നിലപാട്. RSSന് ഒരു കോഡ് മാത്രമേ ഉള്ളൂ, അത് മനുസ്മൃതി മാത്രമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ്. അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഭോപ്പാലിൽ അവരുടെ പ്രവർത്തകരെ കാണുന്ന സമയത്ത് പെട്ടെന്നൊരു കാര്യം ഓർത്തിട്ട് ചാടി വീണ് പറഞ്ഞതല്ല. ആദ്യമായിട്ടല്ല ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് BJP പറയുന്നതോ RSS നേരത്തെ പ്രഖ്യാപിച്ചതോ. BJPയുടെ പ്രകടന പത്രിക പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ, ഈ 9 വർഷക്കാലം ചെയ്തു വന്ന കാര്യങ്ങളുടെ അനുഭവം, RSS പ്രഖ്യാപിച്ച അജണ്ട എന്നുള്ള ചരിത്രബോധം, നിലവിൽ ഇതുവരെ നടപ്പിലാക്കിയ കാര്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദയും പാലിക്കാതെ നടപ്പിലാക്കിയ അനുഭവങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും ഇനിയും കരട് വരട്ടെ എന്ന് പറയുമ്പോൾ കോഴിക്കൂട് തുറന്ന് കുറുക്കനോട് കയറി കോഴിയെ കുറുക്കൻ തിന്നുമില്ലേ നമുക്ക് നോക്കുക, ചിലപ്പോൾ തിന്നില്ലെങ്കിലോ എന്ന് പറയുന്നതിന് തുല്യമാണ്. ഏക സിവിൽ കോഡിൽ കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. BJP സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിഫോം സിവിൽ കോഡിൻ്റെ കരട് ഇതുവരെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ നടപടി അപലപനീയമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ഓരോ മതത്തിന്റെയും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വില കൽപ്പിക്കുന്ന പാരമ്പര്യമാണ് നമ്മുടേത്. ജാതിയും ഉപജാതിയുമായി 300ഓളം വിഭാഗങ്ങളുള്ള രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നത് അസാധ്യമാണ്. രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ തകർച്ച തുടങ്ങി മണിപ്പൂർ കലാപം പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം രാജ്യത്തിന് ആപത്താണെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കേണ്ടതല്ല, മറിച്ച് ബന്ധപ്പെട്ട എല്ലാവരുമായും വിശദമായ ചർച്ച നടത്തിയും അവരുടെ ആശങ്കകൾ പരിഹരിച്ചും ആദ്യം അഭിപ്രായ ഏകീകരണത്തിലെത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാവശ്യമായ സൗകര്യങ്ങൾ എല്ലാവരുടെയും നല്ല മോണിറ്ററിംഗ് ആവശ്യമാണ്. സ്ഥല ലഭ്യത ഉറപ്പുവരുത്താൻ, ടാങ്കുകൾ കൊണ്ടുവരാൻ, ഓവർ ടാങ്ക് സ്ഥാപിക്കാൻ, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പെർമിഷൻ മേടിക്കാൻ, അതിന്റെ എല്ലാം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും 5 ലക്ഷം കണക്ഷൻ ഏതാണ്ട് തന്ത്രങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും കേരളത്തിൽ നമുക്ക് ചെറുതായി കാണാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഭരണപരമായിട്ടുള്ള നേട്ടങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൂചിക ദേശീയ ശരാശരി 1ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞ സംസ്ഥാനമായി കേരളം മാറി.
ജോയ്സ് പുത്തൻപുര, മാത്യു കുന്നംപള്ളി, സജി കുറ്റ്യാനിമറ്റം, ജോബിച്ചൻ മൈലാടൂർ, KT സുരേഷ് കുമാർ, തോമസ് മാലത്ത്, ബിനു മണ്ഡപം, സേവി VV, VJ ജോൺ, CM ജോർജ്, മാത്യു പുളിക്കുന്നേൽ, മാത്യു കരിന്താങ്കൽ, ഡെന്നി കാവാലം, ജെയിംസ് മരുതാനിക്കാട്ട്, ബിജു പുതുക്കള്ളി, വിപിൻ തോമസ്, വർക്കി വട്ടപ്പാറ, അമൽ കൊന്നക്കൽ, ബിനു ഇലവുങ്കൽ, അൽഫോൺസ് കളപ്പുര, നോബിൻസ് ചെരിപ്പുറം, ഏലമ്മ എളവുങ്കൽ എന്നിവർ സംസാരിച്ചു. പരിപാലന കാലാവധി കഴിയുന്ന റോഡുകളുടെ പരിപാലനത്തിന് മുൻകൂർ കരാർ നൽകുന്ന റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ നടപ്പാക്കിയതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പഴയങ്ങാടി പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡുകളുടെ പരിപാലന കാലാവധി കഴിയുന്ന മുതൽ ഒരു വർഷത്തേക്ക് അതിന്റെ പരിപാലന കാലാവധി നിശ്ചയിച്ച കരാറുകാരന്റെയും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്റെയും വിവരം നീല ബോർഡുകളിൽ സ്ഥാപിച്ചതായി മന്ത്രി പറഞ്ഞു. കേരളത്തിലെ 30,000 കിലോമീറ്റർ വരുന്ന PWD റോഡുകളിൽ 20,046 കിലോമീറ്ററിലും റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനത്തിന്റെ നീല ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതാണ് മഴ പെയ്തിട്ടും കേരളത്തിലെ റോഡുകളിൽ വ്യാപകമായ പരാതികൾ ഇല്ലാത്തത്. ഒറ്റപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നുമുണ്ട്. പൊതുമരാമത്ത് റോഡുകളിൽ കുണ്ടും കുഴിയും വരുന്ന പ്രധാന കാരണം ശരിയായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതാണെന്നും മന്ത്രി പറഞ്ഞു. റണ്ണിംഗ് കോൺട്രാക്ട് എന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് ആദ്യമായി പരിപാലന കാലാവധി കഴിയുന്ന റോഡുകളുടെ ടെൻഡർ നേരത്തെ തന്നെ വിളിക്കുന്ന സംവിധാനം ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നു. നാളെ ഇവിടെ ഒരു റോഡിന്റെ പരിപാലന കാലാവധി കഴിയുകയാണെങ്കിൽ നാളെ മുതൽ ഒരു വർഷത്തേക്ക് 2024 ജൂലൈ മാസം വരെ ആ റോഡിന്റെ പരിപാലന കാലാവധി ഇന്ന കരാറുകാരനാണ്, അതിന്റെ ചുമതല ഇന്ന ഉദ്യോഗസ്ഥരാണ്. ഇത് നീല ബോർഡുകളിൽ കേരളത്തിൽ സ്ഥാപിക്കുന്ന സ്ഥിതിയുണ്ടായി. കേരളത്തിലെ 30,000 കിലോമീറ്റർ വരുന്ന PWD റോഡുകളിൽ 20,046 കിലോമീറ്റർ റോഡുകളും നീല ബോർഡുകളുള്ള റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനത്തിൽ ഇന്ന് വന്നു കഴിഞ്ഞു. അതാണ് ഈ മാറ്റത്തിന്റെ കാരണം. മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങൾ തെറ്റായ ചില പ്രവണതകൾ റോഡ് നിർമ്മാണ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. കരാറുകാരിൽ ഭൂരിപക്ഷം നന്നായി ജോലി ചെയ്യുന്നവരുമാണ്. ഉദ്യോഗസ്ഥരിൽ മഹാഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു ന്യൂനപക്ഷത്തിന്റെ അവിശുദ്ധ കൂട്ടുകെട്ട് റോഡ് നിർമ്മാണത്തിൽ ചെലവഴിക്കേണ്ട പണം മുഴുവൻ റോഡിൽ ചിലവഴിക്കാൻ തയ്യാറാകാത്ത പ്രവണതകൾ പൊതുവെ കടന്നു വരുന്നുണ്ടെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി റോഡുകളിൽ തകരാറും വരുന്നുണ്ട്. ഇത് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം കൊണ്ടുവരും. റോഡുകളുടെ പരിപാലന കാലാവധി പരസ്യപ്പെടുത്തി പച്ച ബോർഡുകൾ സ്ഥാപിച്ചു. കരാറുകാരന്റെ പേര്, ഫോൺ നമ്പർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ എന്നിവയുള്ളതും സ്ഥാപിച്ചതോടെ സുതാര്യത ഉറപ്പുവരുത്താനായി. സമയപരിധിയായ 2 വർഷം കൊണ്ട് 2025 അവസാനത്തോടെ പഴയങ്ങാടി പുതിയ പാലത്തിന്റെ പണി പൂർത്തീകരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സമയബന്ധിതമായി പാലത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത് മന്ത്രി ഓഫീസിൽ നിന്നും നേരിട്ട് മോണിറ്റർ ചെയ്യും. എല്ലാ മാസവും പാലങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കാൻ ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പൂർത്തീകരിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. 2.25 വർഷം കൊണ്ട് 65 പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. 100 പാലങ്ങൾ എന്ന ലക്ഷ്യം 2024 അവസാനിക്കുമ്പോൾ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. പാലങ്ങൾ സൗന്ദര്യവൽക്കരിച്ച് ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ഡിസൈൻ നയത്തിന്റെ കരട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ്. പാലങ്ങൾ ദീപാലങ്കൃതമാക്കാനും പാലങ്ങളുടെ അടിയിലുള്ള ഭാഗത്ത് വയോജന കേന്ദ്രങ്ങൾ, കുട്ടികളുടെ പാർക്കുകൾ നിർമ്മിക്കാനും തയ്യാറായി വരികയാണ്. 2025ഓടെ സംസ്ഥാനത്തെ 50 പാലങ്ങൾ ദീപാലങ്കൃതമാകും. പഴയങ്ങാടി അണ്ടർപാസിന് കഴിഞ്ഞ ബജറ്റിൽ 6 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മുൻകൈയെടുത്ത് റെയിൽവേ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. M. വിജിൽ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, മുൻ MLA TV രാജേഷ് എന്നിവർ വിശിഷ്ട അതിഥികളായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ SK ആബിദ ടീച്ചർ, CP ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. പത്മിനി, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ, മാടായി ഗ്രാമപഞ്ചായത്ത് അംഗം MP കുഞ്ഞിക്കാതിരി, ഏഴോം ഗ്രാമപഞ്ചായത്ത് അംഗം M. ജസീർ അഹമ്മദ്, KRFB നോർത്ത് സർക്കിൾ ടീം ലീഡർ S. ദീപു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജു കൃഷ്ണരാജ്, വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സംസാരിച്ചു. മാടായി, ചെറുകുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പഴയങ്ങാടി പാലം നിലവിലുള്ള കാലപ്പഴക്കം ചെന്ന പാലത്തിന് സമാന്തരമായാണ് നിർമ്മിക്കുന്നത്. ആകെ 246.15 മീറ്ററാണ് പാലത്തിന്റെ നീളം. 9 സ്പാനുകളുള്ള പാലത്തിന് 11 മീറ്റർ വീതിയും ഇരുഭാഗത്തും 2.5 മീറ്റർ നടപ്പാതകളും ഉണ്ടാവും. പഴയങ്ങാടി ഭാഗത്ത് 98 മീറ്ററും ചെറുകുന്ന് ഭാഗത്ത് 108 മീറ്ററും നീളത്തിൽ അനുബന്ധ റോഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിലാത്തറ പാപ്പിലിശ്ശേരി റോഡിൽ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി 18.51 കോടി രൂപയ്ക്കാണ് പാലം പ്രവൃത്തി നടക്കുക. എടക്കാട് ലോക്കൽ തല സംയോജിത ജൈവ കൃഷിയുടെ ഭാഗമായി പച്ചക്കറി നടീൽ ഉത്സവം തോട്ടടിയിൽ നടന്നു. ചൊവ്വ ബാങ്ക് പ്രസിഡന്റ് OP രവീന്ദ്രൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു.
ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പച്ചക്കറി കിഴങ്ങ് കൃഷി ആരംഭിച്ചത്. തോട്ടടയിലെ ബാങ്ക് പരിസരത്ത് 28 സ്ഥലത്താണ് കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത്. കൂടുതലായും കിഴങ്ങ് കൃഷിക്കാണ് പ്രാധാന്യം നൽകിയിരുന്നതെങ്കിലും ഇടവിളിയായി പച്ചക്കറി കൃഷിയും ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ഒരു കൂട്ടായ്മയുടെ വിജയമാവും ഈ ജൈവ കൃഷി. ചടങ്ങിൽ കെ പ്രദീപ്, പി കെ രാജൻ, എ പ്രകാശൻ, പി കെ പവിത്രൻ, കെ വി പ്രശോഭ്, നിഖിൽ മോഹൻ, എ പ്രണവ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കുറുവ ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയവും ഡിവൈഎഫ്ഐ കുറുവ മേഖല യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹാദരം 2023 സംഘടിപ്പിച്ചു. എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കുറുവ ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയവും ഡിവൈഎഫ്ഐ കുറുവ മേഖലയിലെ യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഇത്തവണത്തെ SSLC +2 വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം സ്നേഹാദരം നടന്നത്. എം വി ജയരാജൻ വിജയികൾക്കുള്ള ഉപഹാരം നൽകി. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയവും ഉത്തരേന്ത്യയും നടപ്പാക്കുമ്പോൾ ഫ്രാൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് സാഹോദര്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സന്ദേശം ഓർക്കുന്ന സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ആ ദിവസം എം നിജിൽ, സന്ദൂബ് എന്നിവരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മൊമെന്റോ ആണ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത്. കോർപ്പറേഷൻ കൌൺസിലർ KN മിനി അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ കോറോത്ത്, ജനു മാസ്റ്റർ, ആയിച്ചാൻ കണ്ടി, ടി കെ പ്രദീപൻ മാസ്റ്റർ, സൂരജ് സി, അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 10 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5510, പവന് 44,080, വെള്ളി 81 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനനായകൻ ഇനി ഓർമ്മ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി സെമിത്തേരിയിൽ. കേരള രാഷ്ട്രീയത്തിലെ അതികായന വിട അനുസ്മരിച്ച് കേരളക്കര. വികസന നായകനെന്ന് മാർട്ടിൻ ജോർജ്, ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവെന്ന് EP ജയരാജൻ. ജലസേചന വകുപ്പിനെ കാർഷിക സൗഹൃദമാക്കും മന്ത്രി റോഷി അഗസ്റ്റ്. ഒളവിലം പാത്തിക്കലിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാവുന്നു. നാണ്യവിളകൾക്ക് കൂടി ജലസേചനം ലഭ്യമാക്കുമെന്നും മന്ത്രി. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.